മസ്താനിയോട് ഓൾറെഡി നല്ല വൈരാഗ്യ ബുദ്ധിയോട് കൂടിയാണ് അവത്തോട്ട് പോയത്. മസ്താനിയുടെ എന്തിനാണ് എനിക്ക് വൈരാഗ്യം വെക്കുന്നത്? ചാച്ചന്റെ ഓട്ടോയെ കുറിച്ച് മസ്താനി പറഞ്ഞത് ഹൗസിന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് പൊളിഞ്ഞു. പക്ഷെ അതിനു മുൻപും മസ്താനി പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂല് വിളിച്ചിരുത്തി ചാച്ചന്റെ ഓട്ടോയെ കുറിച്ചും എന്റെ വീട്ടിലെ അവസ്ഥയെ കുറിച്ചും ഒക്കെ എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അത്രയും പൊളിഞ്ഞത്. ചാച്ചന്റെ ഓട്ടോ ഒരു പ്രശ്നമാണോ? എനിക്ക് പ്രശ്നമല്ല, മസ്താനിക്ക് അത് പ്രശ്നമായിരിക്കും. അതുകൊണ്ടാണ് അവർ ആക്കിയ രീതി സംസാരിച്ചത്. ഞാൻ പറഞ്ഞില്ലേ ബ്രോ, ഈ മസ്താനി ഒരുമാതിരി ആക്കിയ രീതിയിൽ ചാച്ചന്റെ ഓട്ടോയിലല്ലേ പോയതെന്ന് പറഞ്ഞപ്പോ എനിക്ക് പൊളിഞ്ഞു. എന്റെ അപ്പനെ പറയാൻ മസ്താനിക്കെന്നല്ല ആർക്കും ഒരു അവകാശവും ഇല്ല. ഞാൻ നേരത്തെ ചാച്ചനുമായിട്ട് ബന്ധപ്പെടുത്തി കുറച്ച് വേണ്ടാത്ത ചോദ്യങ്ങൾ തന്നെ ചോദിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ട്രിഗർ ചെയ്യാൻ വേണ്ടി തന്നെ ചോദിച്ചത്. മസ്താനി പറയുമ്പോൾ ട്രിഗർ ആവുകയും ഞാൻ പറയുമ്പോൾ ട്രിഗർ ആകാതിരിക്കുകയും ചെയ്തത് എന്താ? ഓരോ വ്യക്തികൾ സംസാരിക്കുന്നത് അവരുടെ ടോണിലായിരിക്കും. ആ ടോണിൽ തിരിച്ചു മറുപടി പറയേണ്ടത്. അതൊരു മോശം സ്റ്റേറ്റ്മെന്റ്. അത് നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. അല്ല, മസ്താനി സ്വാഭാവികമായിട്ടും മസ്താനിക്ക് അച്ഛനില്ല എന്നുള്ള കാര്യം ഉപേക്ഷിച്ച് പോയതാണെന്നുള്ള കാര്യം അറിയാം. അപ്പൊ ആ കുട്ടിക്ക് എത്രത്തോളം വിഷമം ഉണ്ടായി കാണും. അപ്പൊ എനിക്ക് വിഷമമായില്ല. എന്റെ ചാച്ചന്റെ ഓട്ടോക്കാരെന്ന് പറയുമ്പോ എങ്ങനെയാ വിഷമമാവുന്നത്? അത് ബ്രോ അതാ പറഞ്ഞത്. ബ്രോയുടെ ഫാദറിന്റെ തൊഴിലിനെയാണ് ഞാൻ പറഞ്ഞെങ്കിൽ ഇയാൾക്ക് ദേഷ്യം വരുന്നത്. അല്ല, ചാച്ചൻ ഓട്ടോയിലല്ലേ പോയത് എന്ന് പറഞ്ഞാൽ എവിടെയാണ് അപമാനം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഇനി എങ്ങനെയാ? അപ്പൊ ഇനി ചാച്ചന്റെ ഓട്ടോയിൽ തന്നെ ആയിരിക്കും പോകുന്നത് അല്ലേ? അല്ല, ചാച്ചന്റെ ഓട്ടോയ്ക്ക് എന്താ ഇത്ര കുഴപ്പം? ചാച്ചന്റെ ഓട്ടോയ്ക്ക് എന്താ ഇത്ര കുഴപ്പം? എല്ലാവർക്കും ഇത് തന്നെയാണ് അറിയേണ്ടത്. എന്നെ എന്റെ ചാച്ചനും പറഞ്ഞാൽ പൊളിയും. മസ്താനി അടുത്ത് പറഞ്ഞ പോലെ, മോനെ ഇനി ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കാനാണ് എന്നോട് വിളിച്ചിരുന്നെങ്കിൽ കയ്യും കാലും ഉറപ്പായിട്ട് ഞാൻ തല്ലി ഓടിക്കും. ഓക്കെ ബ്രോ, ഇത് കട്ട് ചെയ്തേക്ക്. അനുമോളും കൂടെ ഇരിക്കുമ്പം ഞങ്ങളുടെ മെയിൻ പരിപാടി ഈ മൈക്ക് ഇങ്ങനെ മാറ്റും. അത് ഞങ്ങള് പുതപ്പിന്റെ ബിഗ് ബോസ് ഒരാഴ്ച ഭയങ്കര കോമഡി ഉണ്ടായിട്ടുണ്ട്. ബിഗ് ബോസ് ഞങ്ങളെ വിളിച്ചിട്ട് ബിൻസി മൈക്ക് കൃത്യമായി ധരിക്കുക. അത് തന്നെ. അപ്പൊ ആരിനും ജിസയിലും അഥവാ അവർക്കൊന്ന് കിസ് ചെയ്യണമെന്ന് തോന്നി അവർ കിസ് ചെയ്താലും എന്താണ് ഇത്ര തെറ്റ് അനുമോൾക്ക്? അനുമോൾ എന്തിനാ അതിൽ ഇടപെടണം? അത് അവരുടെ പ്രൈവസി അല്ലേ? ഇത്രയും 75 ക്യാമറ ഇരിക്കുന്ന ഒരു നമ്മുടെ മലയാളികൾ, ഞാനും എന്റെ അച്ഛനും എന്റെ അമ്മയും എന്റെ പെങ്ങളും എല്ലാവരും ഇരുന്ന് കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ചെയ്യേണ്ട കാര്യമാണ്. അല്ല, ഇതിനു മുൻപുള്ള ബിഗ് ബോസ് സീസണുകളിലെല്ലാം അത് ആവർത്തിച്ചിട്ടില്ലേ? പേളി ശ്രീനീഷ് സ്നേഹിച്ചു, അല്ലെങ്കിൽ ഇതിനു മുൻപുള്ള പല കണ്ടസ്റ്റൻസ് കിസ് ചെയ്തിട്ടുണ്ട്. ഒരു പുതപ്പിനടിയിൽ കിടന്നല്ല ഉമ്മ വെച്ചത്. പുതപ്പിനടിയിൽ കിസ്സിന് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടെന്ന് നിങ്ങൾ ആസ്വദിക്കുമായിരുന്നോ? അല്ല. ഹലോ, ഹായ്, നമസ്കാരം. ഇറ്റ്സ് മീ ഷിബിങ്ങാൻസൻ ബർവ. ഐസ് ബ്രേക്ക് എന്റർടൈൻമെന്റ്സിലേക്ക് ഏവർക്കും സുസ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ അനദർ എപ്പിസോഡ് ഓഫ് ബ്രേക്കിംഗ് പോയിന്റ്. ബിഗ് ബോസിലൂടെ ഒരു വിവാദ നായികയായി മാറിയ ഒരു വ്യക്തിത്വമാണ് ഇന്ന് എന്റെ മുന്നിലിരിക്കുന്നത്. വിവാദ നായിക എന്ന് പറയുമ്പോൾ പല തരത്തിലാണ് പലരും വിവാദങ്ങളിലേക്ക് എറിയപ്പെടുന്നത് അല്ലെങ്കിൽ തള്ളപ്പെടുന്നത്. ഇത് പലതരത്തിൽ വിവാദങ്ങളിലൂടെ സഞ്ചരിച്ച ഏറെ പ്രിയപ്പെട്ട RJ ബിൻസിയാണെന്ന് നമ്മളോട് അതിഥിയായിരിക്കുന്നു. സ്വാഗതം. വിവാദ നായിക എന്നാണ് ഇപ്പം പലരും പറഞ്ഞു കേൾക്കുന്നത്. വിവാദ നായികയാണോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. നായിക ആക്കിയ സ്ഥിതിക്ക് പിന്നെ അങ്ങനെ ഇരുന്നോട്ടെ, ഞാനത് മാറ്റാനും. വിവാദമാണെങ്കിലും നായികയാണല്ലോ. അതെ, അത്രേ ഉള്ളൂ. നമുക്ക് എപ്പോഴും മെയിൻ ആയിട്ട് ഇരിക്കണം എന്നാണ് ചെറിയ ആഗ്രഹം മാത്രം. അപ്പോ സ്വാഭാവികമായിട്ടും RJ ബിൻസി എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് ബിഗ് ബോസിലേക്ക് എത്തപ്പെടുന്നത്? RJ ബിൻസി ബിഗ് ബോസിൽ പോകണമെന്ന് ഭയങ്കര അതിയായി ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. സോ അത് ഇപ്പൊ തൊട്ട് തുടങ്ങിയ ആഗ്രഹമല്ല, കുറെ നാൾക്ക് മുൻപേ തുടങ്ങിയ ആഗ്രഹമാണ്. സോ അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിലേക്ക് എത്തണമെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ ആ സമയത്താണ് എനിക്ക് ജോലി കിട്ടി. റേഡിയോയിൽ വർക്ക് ചെയ്യുന്നു, മനോരമയിൽ കയറി, സൂര്യ കോമഡിയിൽ കയറി. അപ്പൊ ഈ സമയത്ത് ഞാൻ ചാനൽ ത്രൂ ഞാൻ അന്വേഷണമൊക്കെ നടത്തി. ഇപ്പൊ ബിഗ് ബോസ് സീസൺ 1 കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കുറെ ആളുകളെ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റി മനോരമയിൽ. അപ്പൊ അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, മോളെ ടാസ്ക് ആണ്, വലിയൊരു ബാധ്യതയാണ് എടുത്ത് വെക്കാൻ പോകുന്നത്, റിസ്ക് ആണ്. ഞാൻ പറഞ്ഞില്ല, നമുക്ക് നോക്കാം. അപ്പൊ സൂര്യ കോമഡി ചെന്നപ്പം ചാനൽ ഹെഡ് ഉണ്ട്. സാർ അടുത്ത് പറഞ്ഞു, ബിൻസി ആഗ്രഹമൊക്കെ കൊള്ളാം, പക്ഷെ ശരിക്കും ആലോചിക്കണം, ബിഗ് ബോസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല സാർ, നമുക്കെല്ലാം ഓക്കെ ആക്കാം, അതെ നമുക്ക് പറ്റുമല്ലോ എന്ന് പറഞ്ഞ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്.
സോ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ നിന്നു. അങ്ങനെ എന്താണ് ഏതാ ചെയ്യേണ്ടതെന്ന് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഇവരോട് ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞു. അപ്പൊ ഇവരത് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. മനോരമയിൽ കണ്ട വ്യക്തിത്വങ്ങളോട് മനോരമയിലെ സൂര്യ കോമഡിയിലും എല്ലാവരും ഞാൻ ഷെയർ ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയായിരുന്നു എനിക്ക് ഇതിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യം. അപ്പൊ അങ്ങനെ എപ്പോഴും ഇവരത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞ് നമുക്കൊരു അപ്ഡേറ്റ്സും ഇല്ല. വർഷങ്ങൾ കഴിഞ്ഞു, ഒരു വർഷം അങ്ങ് പോയി. അത് കഴിഞ്ഞ് ഈ ഇയർ ആയപ്പോൾ എനിക്കൊരു കോൾ വന്നു. 6ാമത്തെ സീസൺ തൊട്ട് തന്നെ ഇതിനു വേണ്ടിയുള്ള പരിശ്രമം അഭേദ്യമായി തുറന്നുകൊണ്ടിരിക്കുക. ഇഷ്ടമാണ്, പരിശ്രമിച്ചൊന്നുമില്ല. അങ്ങനെ എനിക്ക് ഇഷ്ടമല്ല ആരുടെ റെക്കമെൻഡേഷൻ വഴി ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത്. കാരണം നാളെ നമുക്കത് ഏറ്റവും വലിയ ബാധ്യതയായിട്ട് മാറും. സോ ഒരു കാര്യം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അപ്പൊ നമുക്ക് അന്വേഷണം നടത്തി, ശരിയാണ്. അത് കഴിഞ്ഞ് ഈ സീസണിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ടിരിക്കുമ്പോഴാണ് ഒരു കോള് വരുന്നത്. ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. ഫസ്റ്റ് കഠിനമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, വീഡിയോ കോള്. അത് കഴിഞ്ഞ് നേരിട്ട് നമ്മുടെ ഏഷ്യാനെറ്റ് ഓഫീസിൽ വെച്ചായിരുന്നു. അത് വലിയൊരു ഇന്റർവ്യൂ ആയിരുന്നു, വിത്ത് വീഡിയോ റെക്കോർഡിങ്, ഭയങ്കര കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഭയങ്കര ടാസ്ക് ആയിരുന്നു. അതിനുശേഷമാണ് കഥ തുടങ്ങുന്നത്. മറ്റേ KGF ശേഷമാണ് കഥ തുടങ്ങുന്നത്. അതിനുശേഷം എന്ത് സംഭവിച്ചു? ഫസ്റ്റ് ഡേ പോയി അവിടെ പോയി ആ 15 പേരെയും പരിചയപ്പെട്ടു. അത്രയും നമുക്കറിയാം. പിന്നീട് അവിടെ നടന്ന് ഇവിടെ 48 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ 24 hours എന്ന് പറഞ്ഞാലും 8 മണിക്കൂർ മാത്രമേ അത് സാധനം 24 hours കാണുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ ബിഗ് ബോസിൽ പോയവരായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇതിനകത്ത് നടക്കുന്നതും ഇത് വെളിയിൽ കാണുന്നതും രണ്ടാ. അതായത് അതിന്റെ അകത്ത് ഈ സുലൈമാന് കുടിച്ചവർക്ക് അതിന്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ എന്ന് പറയുന്ന പോലെ അതിന്റെ അകത്ത് നിന്നവർക്കാണ് അതിന്റെ അകത്ത് എന്താണ് കൃത്യമായിട്ട് നടക്കുന്നതെന്ന് വ്യക്തമാകുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ശരിക്കും എന്താണ് ബിഗ് ബോസ്? നിങ്ങൾ കാണുന്നതെല്ലാം സത്യമാണ്. എന്താണോ അവിടെ നടക്കുന്നത് അതാണ് കാണുന്നത്. പിന്നെ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് കുറെ പേര് ചോദിക്കാറുണ്ട്. സ്ക്രിപ്റ്റഡ് അല്ല ബിഗ് ബോസ്. അപ്പൊ നമ്മള് അകത്ത് എന്ത് ചെയ്യുന്നു, എങ്ങനെ നിൽക്കുന്നു, ഏതൊക്കെ രീതിയിൽ നമുക്ക് അവിടെ നല്ലപോലെ നിൽക്കാൻ പറ്റും എന്നുള്ളത് വെച്ചിട്ടാണ് ഗെയിം മുൻപോട്ട് പോകുന്നത്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ഫസ്റ്റ് ഡേ തൊട്ട് ഗെയിം കളിച്ചു തുടങ്ങിയ ആൾ അനീഷേട്ടനാണെന്ന് എനിക്ക് പറയാൻ പറ്റും. അകത്തോട്ട് കയറുമ്പോ തന്നെ പുള്ളി അങ്ങ് തുടങ്ങി. ഞാൻ കയറുന്നത് 6ാമതാണ്, അനീഷേട്ടൻ 1ാമതാ കയറുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് 7ാമതും 8ാമതും ഒക്കെ ആൾക്കാർ വരുമ്പോ ആളിങ്ങനെ ചേറിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിക്കും അങ്ങനെ ഗെയിം കളിക്കണം. അതിലൊരു കോയിൻസിഡൻസും ഉണ്ട്. ആദ്യം കയറിയത് അനീഷേട്ടനും, 2ാമത് കയറിയത് അനുമോളും. അതെ അനുമോള് വരുമ്പോ തുടങ്ങുന്നത് അതൊക്കെ ഇറിറ്റേറ്റ് ചെയ്യുന്ന. അതെ അത് അനീഷിന്റെ ഗെയിം ആയിരുന്നു. ശരിക്കും ഞാൻ എല്ലാവരും പറയും ഷാനവാസ് പൊളിച്ചു എന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഒറ്റപ്പെട്ട് നിൽക്കാം, എല്ലാവരെയും വെറുപ്പിച്ചിട്ട് ഒറ്റപ്പെട്ട് നിന്നിട്ട് ജനങ്ങളുടെ സപ്പോർട്ട് മുഴുവൻ നേടിയെടുക്കാന്നുള്ളൊരു നരിത്തന്ത്രമായിരുന്നത്. പക്ഷെ ആ നരിത്തന്ത്രം നുള്ളയിലേ നുള്ളി എന്ന് വേണേ പറയാം ഷാനവാസ്. എനിക്ക് അങ്ങനെ തോന്നില്ല, അതിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ എന്റെ ഒരു ആംഗിളില് അനീഷ് ആയിരുന്നു ദ ബെസ്റ്റ് ഗെയിമർ. അനീഷ് ഗെയിം കളിച്ച പോലെ കളിക്കണം എന്നേ ഇനി ഞാൻ ആൾക്കാരോട് പറയുള്ളൂ. കാരണം അതുപോലെ നിൽക്കണം. ആള് എന്താ പറയാ, വഴക്കുണ്ടാക്കും, വെറുപ്പിക്കുന്നിടത്ത് വെറുപ്പിക്കും. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോ ആള് മാറി, നല്ലൊരു മനുഷ്യനായി. ആളിനുള്ളിലെ സ്നേഹം ആൾക്കാർ മനസ്സിലാക്കി. ഇപ്പൊ വിന്നറെക്കാട്ടി കൂടുതൽ ആരാധകർ നമ്മുടെ അനീഷ് ഏട്ടനുണ്ട്. സോ അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് എത്തിയെങ്കിൽ അതാണ് ദ റിയൽ ഗെയിം. അല്ല, ഈ വിന്നറേക്കാൾ കൂടുതൽ ഫാൻസ് അനീഷ് ഏട്ടൻ ഉണ്ടെന്നുള്ളത് എന്തടിച്ചാണ് പറയുന്നത്? അപ്പൊ വിന്നർ അയാൾക്ക് അപ്പൊ ഈ വിന്നർ ആയത് ചുമ്മാക്കിയതാണ് പറയുന്നത്. പക്ഷെ ഇപ്പം ഇതിനു മുമ്പുള്ള സീസണിലും കപ്പ് കിട്ടിയ ആൾക്കാരെക്കാട്ടിൽ കൂടുതലും ആൾക്കാർ സ്വീകരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ മനസ്സിൽ ഇന്നുള്ള കുറച്ച് ആൾക്കാർ കാണത്തില്ലേ, അതുപോലെ ഒരു കാറ്റഗറി ഓഫ് ആളാണ് അനീഷ് ഏട്ടൻ. അതെന്തുകൊണ്ടാണെന്നറിയോ? ഈ അനുമോൾ എന്ന് പറയുന്നത് ഓൾറെഡി ഒരു സെലിബ്രിറ്റി ആയിരുന്ന, ഒരുപാട് പേർക്ക് അറിയാവുന്ന, അത്യാവശ്യം കേരളക്കാരിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അനീഷ് എന്ന് പറയുന്നത് കോമണർ എന്ന രീതിയിൽ വന്ന്, അന്ന് കോമണർ എന്ന് പറയുന്ന സാധനത്തിനോട് ജനങ്ങൾക്കൊരു ഞങ്ങൾക്കിടയിൽ നിന്ന് വരുന്ന ആളാണല്ലോ എന്നൊരു തോട്ടുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതാണ് അതിന്റെ വ്യത്യാസം എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്താണെങ്കിലും അപ്പം ഈ വിന്നറാക്കിയത് ഫെയർ അല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അതിപ്പം എന്തായാലും വിന്നറെ കപ്പം കിട്ടി വീട്ടിൽ ഇപ്പൊ ഇരിപ്പുണ്ടല്ലോ, അടിച്ചു പൊളിച്ചു. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അനീഷേട്ടനായിരുന്നു ഡിസേർവിംഗ് ആയിട്ടുള്ള ആള് അനുമോളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്? ഇവിടെ ഇപ്പൊ ജനങ്ങളാണോ തീരുമാനിച്ചിരിക്കുന്നത്, മറ്റാരെങ്കിലും ഒക്കെ ആണോ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. PR ഉണ്ടെങ്കിൽ ബിഗ് ബോസ് കപ്പ് ആർക്കും ജയിക്കാന്നുള്ളത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രമാണല്ലോ. അങ്ങനെയാണെങ്കിൽ നേരിട്ടൊരു ചോദ്യം ഞാൻ ചോദിക്കും, RJ ബിൻസിക്കും PR ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഇല്ല, എനിക്ക് ഉണ്ടെന്നുള്ള ഒരു തെളിവ് ആരെങ്കിലും ഒന്ന് കൊണ്ടുവരാമോ? എനിക്ക് PR ദിവസം പുറത്തായതുകൊണ്ട് മാത്രമാണ് PR ഉള്ളത് അറിയാമായിരുന്നു. അല്ലല്ലോ, ഒരിക്കലും അല്ല. എനിക്ക് PR കൊടുക്കുന്നതിലോ കൊടുക്കാനായിട്ട് പൈസ ഉണ്ടായിരുന്നെങ്കിലോ ഞാൻ ആദ്യം തന്നെ കൊടുത്തിട്ട് ആദ്യം തന്നെ ഫസ്റ്റ് അവരോട് വീഡിയോസ് ഇടാൻ പറഞ്ഞാൽ ആ ധൈര്യത്തിൽ ഞാൻ അവിടെ കുറച്ചാളെ നിന്നാണ്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ബിഗ് ബോസിൽ ഇതിനു മുൻപുള്ള പല കണ്ടസ്റ്റൻസിനടുത്തും ചോദിച്ചിട്ട് പോകാൻ എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞു. നമ്മുടെ ഫസ്റ്റ് റൂൾ ഇവർ പറഞ്ഞ കാര്യം,
ഈ സെലക്ഷൻ കിട്ടിയ കാര്യം ആരോടും പറയരുതെന്നുള്ളതായിരുന്നു. ഇപ്പൊ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഇനി ഇത് ആർക്കെങ്കിലും പറഞ്ഞ് ഇവർ അറിഞ്ഞൊക്കെ കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നുള്ള പേടി. അതുകൊണ്ട് നമ്മൾ ആർക്കും പറഞ്ഞില്ല. രണ്ടാമത്തെ കാര്യം, ഈ PR എന്നുള്ളൊരു കേസ് നമുക്കറിയാം, ഒരുപാട് പേര് അങ്ങനെ പറയുന്നുണ്ട് PR കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇതിന് നല്ല എമൗണ്ട് ആകുമെന്ന് നമ്മൾ അന്വേഷണം പോലും നടത്തില്ല. അതിനു മുമ്പേ ആൾക്കാർ പറഞ്ഞു PR ഒക്കെ ഭയങ്കര പൈസയാന്ന കാര്യം. എൻ്റെ അടുത്ത് അത്രയും പൈസ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. പക്ഷെ ഇനി ഞാൻ ബിഗ് ബോസിൽ പോകണേ ഉറപ്പായിട്ടും ഒരു 5 വർഷം കഴിഞ്ഞ് തമിഴ് ബിഗ് ബോസിൽ പോകുന്നതൊക്കെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും PR കൊടുത്തിട്ടേ പോകത്തുള്ളൂ. കാരണം PR പോസിറ്റീവ് ആണ് ഒരു രീതി നോക്കുമ്പോ. PR വിനുവിനെ അറിയാമോ? ഇപ്പൊ കേട്ട വിനുവിനെ അറിയാത്ത ഏത് മലയാളിയാ ഉള്ളത്? ഇല്ലില്ല, എനിക്ക് ആളായിട്ട് ഒരു പരിചയവും ഇല്ല. ഞാൻ ശൈത്യ ത്രൂ ആണ് വിനുവിനെ കുറിച്ച് കേൾക്കുന്നത്. ശൈത്യയും RJ ബിൻസിയും PR വിനുവിൽ നിന്നും PR ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു തെളിവ് ഞാൻ വെല്ലുവിളിക്കുന്നു. ഞാൻ ജനങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഒരു തെളിവ് കൊണ്ടുപോവാ. ഈ വിനു എന്ന് പറയുന്ന വ്യക്തിനെ എനിക്ക് അറിയത്ത് പോലും ഇല്ല. അഥവാ ഇപ്പൊ ഞാൻ PR കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന്. അതെ, ഒരിക്കലും ഒരു തെറ്റല്ല. പക്ഷെ മാന്യമായിട്ട് PR ആയിട്ട് മുൻപോട്ട് പോകണം. എന്നിരുന്നാൽ പോലും ഞാൻ ചോദിക്കുകയാണ്, PR കൊണ്ട് മാത്രം ഒരാൾക്ക് അവിടെ നിലനിൽക്കാൻ പറ്റും? അങ്ങനല്ല, പക്ഷെ PR ഒരു മേജർ ഒരു റോൾ ഉണ്ട് ഇതില്. ഇപ്പം ഞാൻ അവിടെ നിന്ന് എവിക്റ്റ് ആയി വരുന്ന സമയം വരെ 2 വീക്സ് അനുമോള് ഭയങ്കര കരച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് അനുവിന്റെ ഗെയിം ചേഞ്ച് ആവുന്നത്. അനുവിന്റെ മാത്രമല്ല പലരുടെയും ഗെയിം ചേഞ്ച് ആവുന്ന ആ ഒരു സമയത്താണ്. അപ്പൊ ആദില നൂറയൊക്കെ ഭയങ്കര സൈലന്റ് ആയിരുന്നു. അപ്പൊ ആയിട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത്രയും മിണ്ടത്തോളം ചോദിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവരൊന്ന് ഓണായി വരുന്നത്. അപ്പം ആ സമയത്ത് PR ഭയങ്കര യൂസ്ഫുൾ ആണ്. ആ സമയത്ത് ഇവരുടെയൊക്കെ വീഡിയോ നല്ലപോലെ ഓടുന്നുണ്ട്. അപ്പൊ അവിടെ നിൽക്കുന്ന അനുവിന് മാത്രമല്ല PR ഉള്ളത്, ബാക്കി എല്ലാവർക്കും PR തന്നെയുണ്ട്. ഏകദേശം ഒരു 17, 18, 20 കണ്ടസ്റ്റൻസിൽ ഏകദേശം ഒരു 50% പേരും അംഗീകരിക്കുന്നില്ല. എന്താണ് അനുമോളോട് ഇത്ര വെഞ്ചൻസ് എല്ലാവർക്കും? അനുമോൾ എന്തെങ്കിലും പേഴ്സണലി നിങ്ങൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ടോ? അനുമോളോട് പ്രത്യേകിച്ച് ആർക്കും അങ്ങനെ ഒരു വിരോധം എന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ അനുമോളൊരു അസൂയോ, കുറെ പേര് കമന്റ് ഇടുന്നതാണ് അനുമോളോട് അസൂയാണെന്ന്. എന്തിനാ അസൂയപ്പെടണം? ഷാരി ചേച്ചി കഴിഞ്ഞ ദിവസം ആർത്തോ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് എന്തിനാ അനുമോളോട് അസൂയുന്നത്? ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എനിക്കും അത് ചോദിക്കാനുള്ളത്, ഞങ്ങൾ എന്തിനാ അനുമോളോട് അസൂയപ്പെടണം? അനുമോള് ചെയ്ത ചില പ്രവൃത്തികള് നമുക്ക് ഭയങ്കര ദോഷമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് അനുമോളോട് പേഴ്സണലി ആകെപ്പാട് ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ ദേഷ്യം. അതല്ലെങ്കിൽ അനുമോളോട് എനിക്ക് ഒരു വിരോധവും ഇല്ല. അപ്പൊ PR-ന്റെ കാര്യം എല്ലാവരും സംസാരിക്കുമ്പോഴും അനുവിന്റെ PR വിനു എന്നെ കമന്റ്സ് ഇട്ട് അറ്റാക്ക് ചെയ്തല്ലാണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഒരു ബന്ധവും ഇല്ല. അല്ലാണ്ട് വേറൊരു പ്രശ്നം അനുമോളാണെങ്കിലും അയ്യോ, അനുമോൾ അവിടെ ഒരു പ്രസ്താവന നടത്തിയായിരുന്നല്ലോ, അതിന്റെ പേരിലാണല്ലോ ഞാൻ ഇവിടെ കുറെ PR അറ്റാക്ക് നേരിടേണ്ടി വന്നത്. അനുമോള് അപ്പാനി എടുത്ത് പറഞ്ഞ ഒരു കേസിന്റെ പുറത്താണ് ഞാൻ പുറത്താണ്. അനുമോള് ഹൗസിൽ ഞാൻ എവിക്റ്റ് ആയി കഴിഞ്ഞ സമയത്ത് അപ്പാനി എടുത്ത് ഒരു ഫൈറ്റ് നടത്തുന്നുണ്ട്. ആ സമയത്ത് പറഞ്ഞു, നീ കാരണമാണ് ഒരു പാവപ്പെട്ട പെണ്ണ് പുറത്തു പോയത്, അല്ലെങ്കിൽ അവളിവിടെ നിന്നാനേന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് എനിക്കുണ്ടായ ബുദ്ധിമുട്ട്, അതായത് എന്നെ ആൾക്കാർ വന്ന് ടോർച്ചർ ചെയ്യുന്നു, അപ്പാനിയുടെ കാര്യം പറയുന്നു. അപ്പൊ അനുവിനാണ് ഏറ്റവും ക്ലിയർ ആയിട്ട് അറിയാവുന്നത് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്, അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്നുള്ളത്. കാരണം അനുവാണ് ഏറ്റവും ആദ്യം എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്. മീൻസ് ഈ അപ്പാനായിട്ട് അധികം കൂട്ടൊന്നും വേണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ പറയും, അനു ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പൊ അല്ലടാ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അത് അവിടെ തീർന്നു. അതിനുശേഷമാണ് ശൈത്യ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നതെല്ലാം, ശൈത്യ, ആദില, നൂറ, ഷാനവാസിക്കൊക്കെ സംസാരിക്കുന്നത്. അപ്പം അതെല്ലാം അവിടെ തീർന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇറങ്ങിക്കഴിഞ്ഞ് ഞാനും അപ്പാനിയും തമ്മിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഈ അനു പറഞ്ഞത്. അത് അനുവിന്റെ അടുത്ത് ചോദിക്കണം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട്. അപ്പം അപ്പാനി മീൻസ് തമ്മിൽ ഭയങ്കര കൂട്ടാണ്, അവര് തമ്മിൽ എന്താ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഓവർ ആണ് എന്നൊക്കെ പറഞ്ഞ ആൾ അനുവാണ്. അങ്ങനെ പറഞ്ഞോന്ന് എനിക്കറിയില്ല, ബാക്കി അങ്ങനെ പറയാണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. രണ്ട് ഒരു ആണും ഒരു പെണ്ണും തമ്മിൽ അവേദ്യമായ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായെന്ന് പറയുന്നത് തെറ്റുണ്ടോ? ഒരു തെറ്റും ഇല്ല. അനു പറഞ്ഞ എന്താ തെറ്റ്? അനു പറഞ്ഞ അതാണ്, അതിലേക്കാണ് ഞാൻ വരുന്നത്. എന്താണ് ഡബിൾ മീനിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയത്? എന്താണ് ട്രിഗർ ആയത്? എന്താണെന്നാണ് ഇപ്പൊ റീ എൻട്രിയുടെ സമയത്ത് ഞാൻ ഇത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി അനുവിന്റെ അടുത്ത് പോയായിരുന്നു. അപ്പൊ അനു പറഞ്ഞത്, ബിൻസി നീ അവിടെ അപ്പാനിയും അക്ബറും ആര്യനും ഞാനും കൂടെ അക്ബറിക്കാടെ ബെഡിൽ ഇരിക്കുന്ന സമയത്ത് സംസാരിച്ചോണ്ടിരിക്കുമ്പം നീ അവിടെ ഇങ്ങനെ ഇവരോട് സംസാരിക്കാൻ വേണ്ടി കുനിഞ്ഞപ്പോ ബിൻസിയുടെ ക്ലീവേജ് കണ്ടു മോളെ. അപ്പൊ എനിക്ക് വിഷമമായി. അപ്പൊ ഞാൻ പറഞ്ഞു ഇവരോട് അത് കാണുന്നുള്ള സാധനം. അപ്പൊ ഞങ്ങൾ എല്ലാവരും തമ്മിൽ ഡിസ്കസ് ചെയ്തു എന്ന് പറഞ്ഞു. അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരാളുടെ ഇഷ്ടമല്ലേ എന്ത് കാണിക്കണം കാണിക്കണ്ടെന്നുള്ളത്. അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്ത്
ഒരാളുടെ ഇഷ്ടമല്ലേ എന്ത് കാണിക്കണം എന്ത് കാണിക്കണ്ടെന്ന്. വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു കാര്യമില്ല. അപ്പൊ എന്റെ കംഫർട്ട് കുഴപ്പമില്ലെങ്കിൽ ക്ലിവേജ് കാണിക്കാം. അപ്പം ഈ പറയുന്ന അനു അവിടെ കാണിക്കുന്നില്ലേ, സാരി ഉടുക്കുമ്പോ വയറ് കാണിക്കണം എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആദ്യം വീട്ടിൽ കൊണ്ടുവന്നാൾ അനുവാണ്. മോഡേൺ കുല സ്ത്രീന്ന് അനുവിനെ നമ്മുടെ നെവിനാണ് വിളിച്ചത്. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാള് ബിൻസിക്ക് ക്ലിവേജ് കാണിക്കുന്നതിലൊന്നും പ്രശ്നമൊന്നും, എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ പിന്നെ ഞാൻ ആരെ കെയർ ചെയ്യണം? എന്ത് ഡ്രസ് ഇട്ടാലും ഞാൻ എന്റെ കംഫർട്ടബിൾ ആണ് നോക്കുന്നത്. ഞാൻ ഓക്കെ ആണെങ്കിൽ എനിക്ക് വേറെ ആരും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പം അനു പിന്നെ അതിനെന്താ, മാന്യമായിട്ട് ഒരുപാട് വൾഗർ ആവുന്ന രീതി ഞാൻ ഇതുവരെ ഡ്രസ് ചെയ്തിട്ടില്ല. ഒരു കുഴപ്പമില്ല. അന്നിട്ട് ഞാൻ എവിക്ഷൻ ഇട്ട ഡ്രസ്സ് കണ്ടിട്ട് എല്ലാരും പറഞ്ഞ നല്ല ഡ്രസ്സാണെന്നാണ്. ഞാൻ എവിക്റ്റ് ആയി വന്ന ദിവസമായിട്ട് ഒരു വൈറ്റ് കളറിലെ ലെഹങ്ക. അപ്പൊ അതിനകത്ത് ജസ്റ്റ് നമ്മളെന്തോ കുനിയുകയോ തിരിയോ ചെയ്ത ഒരു മിന്നായം പോലെ അനു എന്തോ കണ്ടു. അനു മാത്രമേ കണ്ടുള്ളൂ. അതിന്റെ പേരിൽ അതെ, അനു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമല്ലോ നല്ലപോലെ. അപ്പൊ അനു അതിന്റെ പേരില് അനു അവിടെ നിന്ന് ഞാൻ റീ എൻട്രി ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പേര് ഇത് സംസാരം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിലാ നൂറ എണീറ്റ് വന്നിട്ട് പറയുന്നുണ്ട്, അതിൽ പറയുന്നുണ്ട്, ഇനി നീയാണ് ആദ്യം അങ്ങനെ പറഞ്ഞത്. അപ്പൊ അനു പറഞ്ഞില്ല, നിങ്ങളാ പറഞ്ഞത്. ഇങ്ങനത്തെ ഒരു ടോക്കൊക്കെ അവിടെ നടക്കുന്നത്. എനിക്കറിയത്തില്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇതുപോലെയാണ് വീട്ടിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ അനീഷ് വേഴ്സസ് അനുമോൾ എന്ന് ചോദിക്കുമ്പോൾ അനീഷിന്റെ ആളാണെന്നുള്ള ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ അനുമോൾ PR കൊണ്ട് മാത്രം ജയിച്ചതാണെന്ന് തന്നെയാണ് ഇപ്പോഴും ദൃഢനിശ്ചയത്തോടു കൂടി വിശ്വസിച്ചിരിക്കുകയാണോ? അനുമോൾ അവിടെ കോണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടന്റ് ഞാൻ എന്റെ ഒരു വിശ്വാസപ്രകാരം അത് എന്റെ അഭിപ്രായമാണ്. ഇത് ഈ ബിഗ് ബോസ് സീസൺ 7 ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അനുമോൾ തന്നെയാണ്. അനീഷ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അനീഷ് കൊടുത്ത കണ്ടന്റ് എന്താ? അനീഷ് ശരിക്കും അനീഷിന്റെ ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരൊറ്റ കണ്ടന്റ് എനിക്ക് ഓർമ്മയുള്ളൂ. നിങ്ങൾ മറ്റേ ഉറങ്ങി കിടക്കുകയാണ്, എന്താ കണ്ണടച്ച് കിടക്കുന്ന ഞാൻ കണ്ടു. ആ സാധനമല്ലാതെ അനീഷിന്റെ ഓർത്തിരിക്കുന്ന കണ്ടന്റ് എനിക്ക് സത്യം. പിന്നെ ഷാനവാസ് അനീഷ് ഒരു കോംബോ കുറച്ച് രസകരമായിരുന്നു. അത് നല്ല സൗഹൃദങ്ങൾക്കൊക്കെ കാണാൻ. പിന്നെ അതിന്റെ തന്നെ കുറെ കല്യാടി കാര്യങ്ങളൊക്കെ ഉണ്ടായി, അതൊക്കെ ഒരു കണ്ടന്റായി. അല്ലാതെ അനീഷ് ഈ 100 ദിവസം ഓർത്തിരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ വിവാദകരമായിട്ടുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പിലുണ്ട്. ചിലപ്പോൾ പോസിറ്റീവ് കണ്ടന്റ് ആവാം, നെഗറ്റീവ് കണ്ടന്റ് ആവാം. പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ അനീഷ് കൊടുത്ത വലിയ കണ്ടന്റ് നിങ്ങളെല്ലാം പറയുന്നത് ഡിസേർവിംഗ് എന്ന് പറയുന്നുണ്ട്. ആ പ്രോഗ്രാം കണ്ട ഒരാളെന്ന നിലയിൽ എനിക്ക് ഇപ്പോഴും തോന്നുന്നത് അനുമോൾ തന്നെയാണ് ജയിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. സീരിയസ്ലി പറഞ്ഞു. അനുമോളിന്റെ വിവാദകരമായിട്ടുള്ള എത്രയോ കണ്ടന്റുകൾ ഞാൻ പറയണം. അനുമോളിന്റെ മറ്റേ നമ്മുടെ ജിസേൽ ആര്യൻ ആ ചുംബന രംഗത്തെ കുറിച്ച് അനുമോള് പറഞ്ഞ കണ്ടന്റ് അത് വലിയ നല്ലൊരു കാര്യമായിട്ട് തോന്നിയായിരുന്നോ? അല്ല, നല്ലൊരു കാര്യമൊന്നല്ല. ബിഗ് ബോസിൽ പോകുന്നത് ആരും ചുംബിക്കാനോ അല്ലെങ്കിൽ എന്താ പുതപ്പിനടിയിൽ കിടന്ന് ശൃംഗരിക്കാനോ അല്ലല്ലോ. പുതപ്പിന്റെ അടിയിൽ കിടന്ന് അവര് കിസ് ചെയ്യുന്നത് പറയുന്നതിന് തെളിവ് പോലും അനുവിനില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഏഷ്യാനെറ്റ് ഉറപ്പായിട്ട് ഇത് പുറത്തു വിട്ടാനോ? അല്ല, അങ്ങനെ വിടില്ല. കാരണം രണ്ടുപേരുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ ആ പ്രോഗ്രാം, കാരണം നമ്മുടെ മലയാളികൾ എന്തൊക്കെയാണോ എത്രയൊക്കെ പുരോഗമനം പറഞ്ഞാലും മലയാളി ഈസ് മലയാളി. മലയാളിക്ക് ഒരു സദാചാര ബോധവും മലയാളിക്ക് കുറച്ച് ധാർമ്മിക മൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വലിയ സദാചാരവാദി ഇതൊന്നും ഞാൻ ആകുന്നില്ല. ഞാൻ 25-26 വയസ്സൊക്കെ ഉള്ള ഒരു യുവാവാണ്. എല്ലാവർക്കും ഉള്ള കുറവുകളും കുറ്റങ്ങളും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പിൻസിക്കും ഉണ്ടാവും അല്ലേ? 25-26 വയസ്സ് എനിക്കുണ്ട്. അതിനോട് ഞാൻ അപ്പോ അതാണ് ഞാൻ പറഞ്ഞത്. അതായത് അങ്ങനെ നോക്കുമ്പോ എന്താണ് ആ ഒരു വിഷയത്തിൽ എന്താണ് പിൻസിയുടെ അഭിപ്രായം? അനുമോള് ഇപ്പൊ ജിസേലിന്റെ ഒരു കണ്ടന്റ് ഞാൻ പറഞ്ഞേ, അത് കഴിഞ്ഞ് ഈ കണ്ടന്റിന്റെ അഭിപ്രായം ചോദിച്ചിട്ട് അടുത്ത കണ്ടന്റ് പറയാം. അതിന് അനീഷിന്റെ പറഞ്ഞു തരണം. പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. അനീഷ് സത്യം പറഞ്ഞ ഞങ്ങളെ ഇപ്പം മറ്റുള്ളവരെ പോലൊന്നുമല്ല. ഞാനും സാധാരണ ഒരാളാണ്. സെലിബ്രിറ്റി ഞാൻ ചോദിക്കുന്നത് ഈ ആര്യൻ ജിസേൽ ചുംബന രംഗത്തിലെ ആ സമയത്ത് ബിൻസിയോടെ ഇല്ലല്ലോ. അപ്പൊ അതിന്റെ അകത്ത് ബിൻസിയുടെ നിലപാട് എന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആര്യനും ജിസേലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് മക്കളെ, ബിഗ് ബോസ് അത് പുറത്തുവിടും. ബിഗ് ബോസ് അത് പുറത്തു വിടാണ്ടിരിക്കത്തില്ല. ഇല്ല, ബിഗ് ബോസ് അത് പുറത്തു വിടും. എങ്ങനെ കാണും? അനുമോൾ അതങ്ങനെ കണ്ടോന്നാ പറയുന്നത്. അനുമോൾ ഇങ്ങനെ കറക്റ്റ് മാറ്റിയ സമയത്ത് കണ്ടു, അല്ലെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് അനുമോൾ അവകാശപ്പെടുന്നു. അനുമോൾ ആ സമയത്ത് ആര്യനോട് നല്ല ക്രഷ് ഉണ്ടായിരുന്നു. ഞാനും ശൈത്യയും അനുമോളും കൂടെ ഇരിക്കുമ്പം ഞങ്ങളുടെ മെയിൻ പരിപാടി ഈ മൈക്ക് ഇങ്ങനെ മാറ്റും. അത് ഞങ്ങള് പുതപ്പിന്റെ ബിഗ് ബോസ് ഒരാഴ്ച ഭയങ്കര കോമഡി ഉണ്ടായിട്ടുണ്ട്. ബിഗ് ബോസ് ഞങ്ങളെ വിളിച്ചിട്ട് ബിൻസി മൈക്ക് കൃത്യമായി ധരിക്കുക. അതന്നെ, ഞങ്ങളപ്പം മൈക്ക് മാറ്റിട്ടാണ് സംസാരിക്കണേ. എന്നിട്ട് ബിഗ് ബോസ് പിടിച്ചെന്ന് നമുക്ക് തോന്നുന്ന സ്റ്റേജിൽ നമ്മൾ മൈക്ക് ദേഹത്ത് തന്നെ ഇടും. നമ്മളിങ്ങനെ
കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആ അതെ, ഇങ്ങനെ സംസാരിക്കുമ്പോ ശബ്ദം ശ്വാസം പോലും പുറത്തോട്ട് വരത്തില്ല, ലിപ് മൂവ്മെന്റ് മാത്രമായിരിക്കും. ഞാനും ശൈത്യ അനുവും കൂടി ഇങ്ങനെ നോക്കിയിരിക്കെ നമ്മൾ എന്താ പറയുന്നത് ഇതാക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് കുറെ എക്സിന്റെ കാര്യം അല്ലെങ്കിൽ പാസ്റ്റ് അങ്ങനെ കുറെ കാര്യങ്ങൾ പരസ്പരം എല്ലാവരും ഷെയർ ചെയ്തിട്ടുണ്ട്. ശൈത്യ പറഞ്ഞിട്ടുണ്ട്, അനു പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങൾ എല്ലാം കേട്ട് സംസാരിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് അനു പറഞ്ഞിട്ടുണ്ട്, എഴുതിയടി ആ പയ്യനൊരു നോട്ടം ഉണ്ടടി, അവൻ ചെറിയ പയ്യനല്ലേടി, അല്ലെങ്കിൽ നമുക്ക് നോക്കായിരുന്നു ചെറുതല്ലേടി എന്നൊരു സാധനം പറഞ്ഞിട്ടുണ്ട്. ആരും അവളെ കാട്ടി ചെറുതാണ്. നമ്മളത് ഫണ്ണായിട്ട് തന്നെ വിട്ടുള്ളൂ. ആ സമയത്താണ് എന്താ ഇങ്ങനത്തെ ആ സമയത്ത് പല കാര്യങ്ങളിൽ ജിസയിലും ആര്യനും കൂടി ഇരിക്കുമ്പോൾ അനുവിന് പോസിറ്റീവ് ആവും. അപ്പൊ നമ്മളതൊക്കെ ഫണ്ണാണ്, കാരണം അനു ഞങ്ങളുടെ ഫ്രണ്ടാണ്, ഞങ്ങൾ മൂന്ന് ഭയങ്കര കൂട്ടാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഫണ്ണായിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പം പിന്നെ ആര്യന് വീക്കെൻഡ് ഡ്രസ്സ് കിട്ടുന്ന സമയത്ത് ഇവർ രണ്ടുപേരും മാച്ചിങ് ആയിട്ട് ബ്ലൂ ആൻഡ് ബ്ലൂ ഒക്കെ ഇട്ട് വന്ന് അങ്ങനെ അത് ഭയങ്കര ഒരു ഫണ്ണി ഒരു കോളേജ് ഒരു സാധനമായിട്ട് നമ്മൾ രസമായിട്ട് തന്നെ പോവായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അനു ഇങ്ങനെ പോസിറ്റീവ് ആകാൻ തുടങ്ങി. ജിസേനടുത്ത് മിണ്ടുമ്പോ അങ്ങനെ അവളടുത്ത് മിണ്ടി ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ വീട്ടിൽ ഇരുന്നിട്ട് കാണുമ്പോൾ വിചാരിച്ചത് പോസിറ്റീവ്നെസ് കൊണ്ടെങ്കിലും ഇവള് പറഞ്ഞായിരിക്കും എന്നാ വിചാരിച്ചത്. അതല്ലാണ്ട് വേറെ തെളിവ് വേറെ ആരും ഇത് കണ്ടിട്ടില്ല, ബിഗ് ബോസ് ഇതിന്റെ ഔട്ടൊന്നും പുറത്ത് വിടുന്നില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി, ഞാൻ ഒട്ടും അതിനോട് യോജിക്കുന്നില്ല. പിന്നെ ഇപ്പം നമ്മള് യോജിക്കുന്നില്ല. പിന്നെ നമ്മള് പച്ചയായ മനുഷ്യനായിട്ടാണല്ലോ അതിനകത്ത് നിൽക്കുന്നത്. ചീത്ത വിളിക്കാന്ന് പറഞ്ഞാൽ ചീത്ത വിളിക്കും, സങ്കടം വന്നാൽ കരയും, സന്തോഷം വന്നാൽ ചിരിക്കും, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ ആര്യനും ജിസയിലും അഥവാ അവർക്കൊന്ന് കിസ് ചെയ്യണമെന്ന് തോന്നി അവർ കിസ് ചെയ്താലും എന്താണ് ഇത്ര തെറ്റ് അനുമോൾക്ക്? അനുമോൾ എന്തിനാ അതിൽ ഇടപെടണം? അത് അവരുടെ പ്രൈവസി അല്ലേ? അവരുടെ പ്രൈവസി. പക്ഷേ ഒരു ഇത്രയും 75 ക്യാമറ ഇരിക്കുന്ന ഒരു നമ്മുടെ മലയാളികൾ, ഞാനും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളും എല്ലാവരും ഇരുന്ന് കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ചെയ്യേണ്ട കാര്യമാണ്. അല്ല, ഇതിനു മുൻപുള്ള ബിഗ് ബോസ് സീസണുകളിലെല്ലാം അത് ആവർത്തിച്ചിട്ടില്ലേ? പേളി ശ്രീനീഷ് സ്നേഹിച്ചു, അല്ലെങ്കിൽ ഇതിനു മുൻപുള്ള പല കണ്ടസ്റ്റൻസ് കിസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആ ഒരു സെൻസിൽ എടുക്കാൻ മലയാളികൾ എന്തുകൊണ്ട് പുരോഗമന ചിന്താഗതിയിലേക്ക് വരുന്നില്ല? അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ശ്രീനിഷ് ഇപ്പൊ പറഞ്ഞല്ലോ, ശ്രീനിഷ് പേളി ഇവിടെ ഉമ്മ വെച്ചിട്ടില്ലേന്ന് ചോദിച്ചിട്ടില്ലേ? ഉമ്മ വെച്ചിട്ടുണ്ട്. അതിനെയൊക്കെ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടി നമ്മളൊക്കെ ആസ്വദിക്കുക ചെയ്തിട്ടുള്ളത്. ഒരു പുതപ്പിനടിയിൽ കിടന്നല്ല ഉമ്മ വെച്ചത്. പുതപ്പിനടിയിൽ കിസിന് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടെന്നാ നിങ്ങൾ ആസ്വദിക്കുമായിരുന്നോ? അല്ല, അത് അത് ഞാൻ പറഞ്ഞേ, അതായത് ലൈംഗിക ദാരിദ്ര്യമുള്ള അത് ആസ്വദിക്കുന്ന ഒരു സമൂഹം കൂടി നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളത് ബിഗ് ബോസിനും അറിയാം, ലാലേട്ടനും അറിയാം, ഏഷ്യാനെറ്റിനും അറിയാം. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും അത് പുറത്ത് വിടാതിരുന്നത്. അതുപോലെ തന്നെ അങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞാൽ, അത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന ബിഗ് ബോസിനെയാണ്. എന്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, ഏറ്റവും കൂടുതൽ ഈ മലയാളി പ്രേക്ഷകർ അല്ലെങ്കിൽ കുടുംബ സദസ്സ് ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് കാണുന്ന ഒരു സമൂഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. ഒരു കുടുംബത്തോടെ ഇരുന്ന് കാണാൻ പറ്റാത്ത ഒരു പ്രോഗ്രാം ആണെന്നുള്ള ഒരു പേര് വീഴും ബിഗ് ബോസിന്. അത് ബിഗ് ബോസിന് നെഗറ്റീവായിട്ട് ബാധിക്കും. അയ്യോ, ബിഗ് ബോസിന് അങ്ങനെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ള തോട്ടൊന്നും അവർക്കില്ല. അവര് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആരെയും പ്രൊട്ടക്ട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ബിഗ് ബോസിനില്ല. ഞങ്ങൾ എന്ത് കാണിക്കുന്നു അത് അതുപോലെ തന്നെ കാണിച്ചിരിക്കും. ഞങ്ങളൊരു 48 പേജാണ് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. അത് പുറത്തിങ്ങനെ വ്യക്തമാക്കാൻ പറ്റത്തില്ല. ഇല്ല, അത് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഞങ്ങളുടെ എഗ്രിമെന്റ് ആണ് അത്. ഞങ്ങളത് സൈൻ ചെയ്ത് കൊടുത്തിട്ടാണ് കയറിയിരിക്കുന്നത്. അപ്പം ഇൻക്ലൂഡിങ് ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞുള്ള ഇന്റർവ്യൂസ് പോലും അവർക്ക് നമ്മൾ എഴുതി സൈൻ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ കയറിയിരിക്കുന്നത്. അപ്പം ബിഗ് ബോസ് ഒരു രീതിയിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്തില്ല. ബിഗ് ബോസ് ഇപ്പൊ മലയാളി പ്രേക്ഷകർ എന്ത് വിചാരിക്കുന്നു വിചാരിച്ച് കണ്ടന്റ് ഒന്നും പുറത്തു വിടാതിരിക്കത്തില്ല. എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ തന്നെ പുറത്ത് വിട്ടാനേ. ആരെയും ജിസേലിനെയും സപ്പോർട്ട് ചെയ്തിട്ട് ബിഗ് ബോസ് ഒന്നും കിട്ടാനില്ല. അപ്പം എന്താ ബിൻസി പറഞ്ഞ ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് അത് മാറ്റി പറ. അതായത് നീ പറഞ്ഞ റോങ് സ്റ്റേറ്റ്മെന്റ് ആദ്യം മാറ്റി പറ. ബിഗ് ബോസ് ആരെയും പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കത്തില്ല മോനെ. എന്താന്ന് വെച്ചാല് ആരെയും ജിസേലിനെയും ഒന്നും ചെയ്തിട്ട് ഇവർക്ക് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. എന്താണെങ്കിലും കണ്ടന്റ് ആണ്. പ്രേക്ഷകർ എന്ത് വിചാരിക്കും എന്നുള്ളതല്ല. ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ പ്രേക്ഷകര് ഇപ്പൊ ഇയാള് പറഞ്ഞ പോലെ ഒരു കിസ്സിങ് ഒരു സാധനം പുറത്തു വന്നു, ഇവര് അയ്യേ എന്ന് പറഞ്ഞ് മുഖം മറച്ചിരിക്കത്തൊന്നുമില്ലല്ലോ. അത് കാണത്തില്ലേ, അത് ഷെയർ ചെയ്യത്തില്ല, അത് നെഗറ്റീവ് കമന്റ്സ് ഇടത്തില്ലേ, അത് ഇവർക്ക് പബ്ലിസിറ്റി അല്ലേ. സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു ചോദ്യം ചോദിക്കേണ്ടി വന്നു. കൃത്യമായിട്ടുള്ളൊരു മറുപടി തന്നു. ഇനിയുള്ള എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ അനുമോൾ തന്നെ വ്യക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. അനുമോളോട് സത്യത്തിൽ എന്തെങ്കിലും അസൂയയോ കുശുമ്പോ നിങ്ങൾക്കുണ്ടോ? നിങ്ങളിൽ കുറച്ചു പേർക്ക് ഈ കപ്പടിച്ച് ഏകദേശം ഒരു 10-70 ലക്ഷം രൂപ കയ്യിലേക്ക് വന്നതിന്റെ ഒരു എന്താ പറയാ, ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു കുശുമ്പും അസൂയൊക്കെ ഇങ്ങനെ തികട്ടി വരുന്നതാണോ ഈ വെളിയിൽ കൂടെ ഓടി നടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അനുവിനെ കുറിച്ച് ഇല്ലാത്ത എന്തെങ്കിലും കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടോ?
ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ, അത് നിങ്ങൾക്കല്ലേ അറിയാം. ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിലൂടെയാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല ഞാൻ ആരോടും പോയി അവിടെ പോയി ഇവിടെ പോയി ചെവിയിൽ പോയി രഹസ്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, എന്റെ കാര്യം ഞാൻ പറയാം. നമ്മൾ ബിഗ് ബോസിൽ പോകുമ്പം ഒരാൾക്ക് മാത്രമേ കപ്പ് കിട്ടത്തുള്ളൂ എന്നുള്ളത് സത്യം എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ കപ്പായിട്ട് വരാന്നുള്ള കാര്യം. ഞാൻ എന്നെ ഇതുവരെ എൻ്റെ എല്ലാ ഇന്റർവ്യൂസിലും ഞാൻ പറഞ്ഞിട്ടുള്ളതും ഞാൻ ആൾക്കാരോട് പറയുന്നതും എനിക്ക് ആ ഹൗസ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ പോയത്. ആ എക്സ്പീരിയൻസ് ചെയ്യുന്ന യാത്രക്കിടയിൽ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു, ഒരുപാട് ആളുകളെ കൂടെ കൂട്ടാൻ പറ്റി, അങ്ങനെ കുറെ പേരെ മനസ്സിലാക്കി. അപ്പം അങ്ങനത്തെ ഒരു സിസ്റ്റമായിട്ട് നമ്മൾ മുൻപോട്ട് പോയി. ഈ അനുമോളോടുള്ള എൻ്റെ ഒരൊറ്റ കാര്യം, ഈ അപ്പാനിനെ എന്നെയും കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തി എന്നുള്ളത് മാത്രമാണ്. അതിന്റെ ക്ലാരിറ്റി ഞാൻ അകത്ത് ചെന്നപ്പോൾ കൊടുക്കുകയും ചെയ്തു. അതാണ് അനുവിൻ്റെ അടുത്തുള്ളൊരു ആകപ്പാടുള്ളൊരു പ്രശ്നം. പിന്നെ അതിനുശേഷം അനുവിന്റെ PR എനിക്കെതിരെ നടത്തിയിട്ടുള്ള ഒരു PR അറ്റാക്ക്, അതിനോട് എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റത്തില്ല. ആ ഒരു കാര്യമല്ലാണ്ട് അനു കപ്പടിച്ചാൽ എന്താ, കപ്പടിച്ചില്ലെങ്കിൽ എന്താ, അനു കണ്ടന്റ് കൊടുത്താൽ എന്താ, അനീഷിനെ പ്രേമിച്ചാൽ എന്താ, പ്രേമിച്ചില്ലെങ്കിൽ എന്താ, അതെന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല. ഞാൻ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, അതായത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞു, തിളക്കേണ്ട സമയത്ത് സാമ്പാറായിട്ട് തിളച്ചിരുന്നെങ്കിൽ ഇപ്പൊ പോയി കിടന്ന് തിളച്ചിട്ട് ആ സമയത്ത് തിളച്ചിരുന്നെങ്കിൽ ഈ 2 ആഴ്ചക്കുള്ളിൽ പുറത്താകേണ്ട ഗതികേട് ബിൻസിക്ക് വരില്ല. ബ്രോ, അതെന്താന്ന് വെച്ചാല് ഈ പറയുന്നവർക്ക് എന്തും പറയാം, എന്തും വിളിച്ചു പോയി പറയാം. സത്യം എന്താണെന്നുള്ള കാര്യം അവർക്ക് അറിയണ്ട. തീർച്ചയായിട്ടും 14 ദിവസം RJ ബിൻസി ഫയർ ആയിട്ട് അവിടെ നിന്നില്ലെങ്കിൽ അതിനൊരു കാരണമുണ്ട്. അതിന് എനിക്ക് എന്റേതായിട്ടുള്ള കാരണമുണ്ട്. എനിക്ക് വിചാരിച്ചോടെ നിൽക്കാൻ പറ്റിയില്ല. മറ്റുള്ളവരെ പോലെ PR കൊടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റ് കോണ്ടന്റ് അത്രയും പ്ലാൻ ചെയ്തിട്ടോ ഒന്നുമല്ല ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ ആളുകളെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഗെയിമിലേക്ക് ഇറങ്ങി ഒന്ന് സെറ്റായി വന്നപ്പോൾ തന്നെയാണ് എനിക്ക് എവിക്ഷൻ വന്നത്. സോ ഞാൻ എവിക്റ്റ് ആയി. അപ്പം അതാണ് ബേസിക്കലി അപ്പ സംഭവിച്ചത്. രണ്ടാമത്തെ കാര്യം, ഈ കമന്റ് ഇടുന്ന ഏതെങ്കിലും ഒരാള് എനിക്ക് വേണ്ടി ചോദിക്കാനുണ്ടോ? കമന്റ് ഇടാൻ ആർക്കും പറ്റും. ഏത് മുക്കിനും മൂലയ്ക്ക് വരുന്ന ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് കമന്റ് ഇടാനും ഇപ്പൊ ഇന്റർവ്യൂവിന് വിളിച്ചിരുത്തി ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കാൻ തനിക്കും പറ്റും. പക്ഷേ അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ ആർക്കും പറ്റും. എന്തും ആർക്കും വിളിച്ചു പോയി പറയുന്നത് സമൂഹത്തില്. പക്ഷേ എനിക്ക് വേണ്ടി പ്രതികരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. മസ്താനിയുടെ അത് ചോദിച്ചില്ല, അല്ലെങ്കിൽ അനുവിന്റെ ചോദിച്ചില്ല. ഈ തിളയ്ക്കുന്ന സാമ്പാർ എന്നുള്ള ചർച്ച വന്നതും അതും ഇത്ര ഓവർ ഷോ, ചീപ്പ് ഷൈനിങ് എന്നുള്ള ഇതെല്ലാം വന്നത് മസ്താനിയോടുള്ള ആ കടുത്ത പ്രതികരണത്തിൽ നിന്നാണ്. അപ്പോൾ ആ മസ്താനിയോട് ഓൾറെഡി നല്ല വൈരാഗ്യ ബുദ്ധിയോട് കൂടിയാണോ അകത്തോട്ട് പോയത്? മസ്താനിയുടെ എന്തിനാണ് എനിക്ക് വൈരാഗ്യം വെക്കുന്നത്? ഈ മസ്താനിയുടെത്തോ അല്ലെങ്കിൽ അവിടെ ഉള്ള ഒരാളോട് പോലും എനിക്കൊരു അസൂയയും വൈരാഗ്യം കാര്യങ്ങളൊന്നും ഇല്ല. കാരണം എന്റെ ഫീൽഡിൽ ഞാൻ ഭയങ്കര ഞാൻ അപ്പാനിയോട് മോശമായിട്ട് പെരും. അപ്പാനി അല്ല ഏറ്റവും അടുത്ത സുഹൃത്ത്. ഇപ്പൊ അതിനകത്ത് കിട്ടിയ ഏറ്റവും നല്ല സുഹൃത്ത്, ഏറ്റവും അടുത്ത സുഹൃത്ത് അപ്പാനിന്റെ അടുത്താണല്ലോ. ഈ അപ്പാനിയോട് മോശമായിട്ട് ബിഹേവ് ചെയ്തതിന്റെ പേരിൽ ഒരു ദേഷ്യം ഉള്ളിന്റെ ഉള്ളിൽ ബിൻസിക്ക് മസ്താനിയോട് കിടപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാനത് നിഷേധിക്കും. ഞാൻ നിഷേധിക്കും. അതെ, ഞാൻ മൈൻഡ് ചെയ്യത്തില്ല അത്. കാരണം അപ്പാനിക്ക് ഉള്ളത് അല്ലെങ്കിൽ മസ്താനിക്കുള്ള അവർ തമ്മിൽ എന്താന്ന് വെച്ചാൽ തീർത്തോട്ടെ. അതിനകത്ത് എനിക്ക് ഇടപെടേണ്ട ആവശ്യമില്ല. അത് ആരുടെയും കാര്യത്തിൽ ഞാൻ അങ്ങനെ ഇടപെടാറില്ല. പക്ഷേ മസ്താനി ഇതുപോലെ എന്നെ ഒരു ഇന്റർവ്യൂവിൽ വിളിച്ചിരുത്തി. എന്റെ അടുത്ത് സംസാരിച്ചതിനകത്ത് 1.5 മണിക്കൂർ ഇന്റർവ്യൂവിൽ ഒരു അരമണിക്കൂറിൽ കൂടുതൽ അപ്പാനിയുടെ ചോദ്യങ്ങളായിരുന്നു. അപ്പൊ എന്നോട് ഇത് ചോദിക്കുമ്പോൾ ഞാൻ ഭയങ്കര ക്ലിയർ ആയിട്ടാണ് മറുപടി കൊടുക്കുന്നത്. എന്നിട്ട് പോലും അതിനകത്തുനിന്ന് വളച്ചൊടിച്ച് മസ്താനി കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. അത് പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ, പോട്ടെ, ആ കുട്ടിക്ക് അതിനകത്ത് ഒരു സുഖം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെന്ന് ഞാനും വിചാരിച്ചു. അത് കഴിഞ്ഞ് മസ്താനി എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ എൻ്റെ ദാരിദ്ര്യം വിൽക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിൽ വന്നത്. ലൈവ് കാണുന്ന സമയത്ത് ഫുള്ളും ബിൻസിയുടെ ഇല്ലായ്മകൾ പറയുമായിരുന്നു. ചാച്ചൻ്റെ ഓട്ടോ, ബിൻസിയുടെ വീട്ടിൽ പൈസ ഇല്ല, ബിൻസി പണയം വെച്ചിട്ടാണ് വന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമായിരുന്നില്ലേ ബിൻസി എന്നൊരു കാര്യം ചോദിച്ചു. അന്ന് ഞാൻ ആ ഇന്റർവ്യൂവിന് ഇറങ്ങിപ്പോയാലും തിരിച്ച് ഷൗട്ട് ചെയ്താലും പ്രശ്നം ഉണ്ടാക്കിയാലും എല്ലാവർക്കും അത് കണ്ടന്റ് ആണ്. അത് കാരണം ഞാൻ അതിന് മാന്യമായിട്ടുള്ള രീതിയിൽ ബിൻസിക്ക് മറുപടി പറയാനും അറിയാം, അതല്ലാണ്ട് മറുപടി പറയാനും എനിക്ക് നല്ലപോലെ അറിയാം. അതിപ്പോ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഞാൻ ഭയങ്കര മാന്യമായിട്ടാണ് ആ ഇന്റർവ്യൂവിൽ സംസാരിച്ചത്. പിന്നെ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എവിക്റ്റായി വന്നിരിക്കുന്ന സമയമാണ്, സങ്കടമാണ്, നമ്മൾ പോന്നു. അത് കഴിഞ്ഞ് ഇന്റർവ്യൂവിന്റെ ഔട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് വന്നിട്ട് പറഞ്ഞു, ബിൻസി മസ്താനിയുടെ ഇന്റർവ്യൂവിനകത്ത് ഫുൾ നെഗറ്റീവ് ആണല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്ന സമയത്ത് ആളോടൊക്കെ ചോദിക്കാൻ പോലും പറ്റില്ല. അതിനുള്ളിൽ ആള് ബിഗ് ബോസിൽ പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാകുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഹൗസിന്റെ ഉള്ളിൽ ഞങ്ങൾ കയറിയ സമയമാണ്. ആ സമയത്ത് എനിക്ക് ചോദിക്കാൻ തോന്നി, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. വേറെ ആരുടെയും കാര്യം എനിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല.
പിന്നെ മസ്താനി ചോദിച്ച് മേടിച്ചതാണ് എൻ്റെ അടുത്തുനിന്ന്. ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് മിണ്ടി എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല മസ്താനി, എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ അറിയാലോ, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് ട്രിഗർ ചെയ്ത് മസ്താനോട് ഒരു വൈരാഗ്യം ഇല്ലാതെ പോയതെന്ന് പറഞ്ഞല്ലോ. മസ്താൻ അങ്ങനെ സംസാരിക്കാൻ വരുമ്പോ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ എന്റെ ചെയ്തോ വികാരം എന്തായിരുന്നു? എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് മിണ്ടാൻ പോലും വൈരാഗ്യ ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല, ഞാൻ ഇഗ്നോർ ചെയ്ത് വിടും. ഞാൻ അങ്ങനെയാണ്. ചില ആൾക്കാരോട് എനിക്ക് മിണ്ടാൻ തോന്നിയില്ല, മിണ്ടത്തില്ല, അത്രേ ഉള്ളൂ. അതാകുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. നമ്മൾ ദേഷ്യത്തിനും പോകുന്നില്ല, സൗഹൃദത്തിനും പോകുന്നില്ല, ന്യൂട്രലിൽ നിൽക്കും. ഞാൻ അങ്ങനെയാണ് മസ്താനി എടുത്ത് നിന്നത്. അപ്പൊ മസ്താനി വന്നപ്പോൾ ഞാൻ ശാരിക ചേച്ചി എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ശാരിക സംസാരിക്കും സംസാരിക്കാം. എനിക്കൊന്നും സംസാരിക്കണം താല്പര്യമില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ചാച്ചന്റെ ഓട്ടോയിൽ നിന്നല്ല പ്രശ്നം തുടങ്ങുന്നത്, സത്യം പറഞ്ഞാൽ ഇന്റർവ്യൂവിൽ നിന്നാണ് പ്രശ്നം തുടങ്ങുന്നത്. അതെ, തീർച്ചയായിട്ടും. അത് ആദ്യമായിട്ടായിരിക്കും ഒരു മാധ്യമത്തിൽ പറയുന്നത് എനിക്ക് തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും. കുറെ പേർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, എന്താണ് മസ്താനിയുടെ ഇത്ര പ്രശ്നം, എന്തിനാണ് ബിൻസി അത്ര പൊളിഞ്ഞത് എന്നുള്ള കാര്യം. അപ്പൊ ചാച്ചന്റെ ഒരു ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഇപ്പം. അതെ, അപ്പം ചാച്ചന്റെ ഓട്ടോയെ കുറിച്ച് മസ്താനി പറഞ്ഞത് ഹൗസിന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് പൊളിഞ്ഞു. പക്ഷെ അതിനു മുൻപും മസ്താനി പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂല് വിളിച്ചിരുത്തി ചാച്ചന്റെ ഓട്ടോയെ കുറിച്ചും എന്റെ വീട്ടിലെ അവസ്ഥയെ കുറിച്ചും ഒക്കെ എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അത്രയും പൊളിഞ്ഞത്. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് ചാച്ചന്റെ ഓട്ടോ ഒരു പ്രശ്നമാണോ? എനിക്ക് പ്രശ്നമല്ല, മസ്താനിക്ക് അത് പ്രശ്നമായിരിക്കും. അതുകൊണ്ടാണ് അവർ ആക്കിയ രീതി സംസാരിച്ചത്. ചാച്ചന്റെ ഓട്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രൗഡാണ്. ആ മനുഷ്യൻ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട് 28-29 വർഷം. കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞ ആരുടെ കാഴ്ചപ്പാടിന്റെ? മിൻസിയുടെ കാഴ്ചപ്പാടിന്റെ. മസ്താനി പറഞ്ഞ ടോൺ കേട്ടിട്ട് അങ്ങനെ തോന്നിയായിരുന്നോ? എന്താ ഒരാള് ഒരു പ്രാവശ്യം പറയുന്നത് ഓക്കെ ഫൈൻ, നമുക്ക് സമ്മതിക്കാം. ഇത് രണ്ടാമതും മസ്താനി പറയുന്നു, അത് ചാച്ചന്റെ ഹോട്ടലല്ലേ പോയത്. ഇങ്ങനെ മസ്താനിയുടെ ക്ലോസ് ഒക്കെ നിങ്ങൾ കണ്ടില്ല? അപ്പൊ അങ്ങനെ അത്രയും ക്ലോസിൽ അത്രയും പുച്ഛിച്ച ഒരാൾ പറയുമ്പോൾ അത്ര ഒരു എന്റെ അപ്പൻ മാന്യമായിട്ടുള്ളൊരു ജോലിയാണ് ചെയ്യുന്നത്. അതിനകത്ത് എനിക്ക് ഇത്ര കുറച്ചിൽ ഇതുവരെ തോന്നിയിട്ടില്ല. എത്രയോ ഈ കേരളത്തിലൊരു 10-25,000-ഓളം പേർ ഈ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന സമൂഹമുണ്ട്. അവരെയൊക്കെ അധിക്ഷേപിക്കുന്ന രീതിയിൽ പറയുന്നുണ്ടെന്ന് യോജിക്കില്ല. എങ്കിൽ പോലും സ്വാഭാവികമായിട്ടും അപ്പം ഈ ഓട്ടോ എന്ന് പറയുന്നതിൽ അത്ര വിഷമോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്താണ് അത്ര ട്രിഗറായത്? ഞാൻ പറഞ്ഞില്ലേ ബ്രോ, ഈ മസ്താനി ഒരുമാതിരി ആക്കിയ രീതിയിൽ ചാച്ചന്റെ ഓട്ടോയിലല്ലേ പോയതെന്ന് പറഞ്ഞപ്പോ എനിക്ക് പൊളിഞ്ഞു. എന്റെ അപ്പനെ പറയാൻ മസ്താനിക്കെന്നല്ല ആർക്കും ഒരു അവകാശവും ഇല്ല. കാരണം ആ മനുഷ്യൻ ആരെടുത്തും ഇതുവരെ ഒരു ദ്രോഹത്തിനും പോയിട്ടില്ല. അങ്ങനെയാണ് ഞാൻ നേരത്തെ ചാച്ചനുമായിട്ട് ബന്ധപ്പെടുത്തി കുറച്ച് വേണ്ടാത്ത ചോദ്യങ്ങൾ തന്നെ ചോദിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ട്രിഗർ ചെയ്യാൻ വേണ്ടി തന്നെ ചോദിച്ചത്. മസ്താനി പറയുമ്പോൾ ട്രിഗർ ആവുകയും ഞാൻ പറയുമ്പോൾ ട്രിഗർ ആകാതിരിക്കുകയും ചെയ്യുന്നത് എന്താ? എന്റെ ഒരു നേച്ചർ, ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പൊ കണ്ടതേ ഉള്ളെങ്കിൽ പോലും ഞാൻ ഭയങ്കര കമ്പനി ആവുന്ന ഒരാളാണ് ഞാൻ. അത് മാക്സിമം ഞാൻ ഫണ്ണായിട്ട് തന്നെ എടുക്കത്തുള്ളൂ. പല കാര്യങ്ങളും ഞാൻ പെട്ടെന്ന് അങ്ങനെ ദേഷ്യപ്പെടത്തില്ല. പക്ഷേ ഒരു കോറെത്തുമ്പോ നമുക്ക് എന്താ പറയാ, ഒരു ഏരിയ എത്തുമ്പോ നമുക്ക് പൊളിയും, ഭയങ്കരമായിട്ട് പൊളിയും. മസ്താനി പറഞ്ഞപ്പോ എനിക്ക് പൊളിഞ്ഞു. അതാണ് ഇതിന് മുൻപ് ഞാൻ പറയട്ടെ, അതിന്റെ ഒരു സൈക്കോളജി എന്താന്ന് പറയട്ടെ. ഓൾറെഡി നമ്മുടെ ഉള്ളിൽ അവരോടൊരു ചെറുതെങ്കിൽ ചെറുത് അല്ലെങ്കിൽ വലുതെങ്കിൽ വലുത് ഒരു വൈരാഗ്യ ബുദ്ധി നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നു. എന്തെങ്കിലും കിട്ടാൻ എറിഞ്ഞിടാൻ കാത്തിരുന്ന സമയത്ത് മസ്താനിയുടെ നിർഭാഗ്യവശാലോ തന്നെ പറയാം, നിർഭാഗ്യവശാൽ അത്തരത്തിലൊരു പോയിന്റ് പറയും. അതിൽ ഓൺ ദ സ്പോട്ട് കയറി അറ്റാക്ക് ചെയ്യുകയാണ്. അത് ബ്രോയുടെ തെറ്റിദ്ധാരണയാണ്. എനിക്ക് മസ്താനി എടുത്ത് ചോദിക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ മസ്താനി വന്ന ആ വീട്ടിൽ കാല് കുത്തിയപ്പോ തന്നെ ചോദിച്ചാണ്. കാരണം മസ്താനി കരഞ്ഞു മെഴുകിയാണ് ആ വീട്ടിലേക്ക് കയറി വരുന്നത്. അത് കഴിഞ്ഞിട്ട് മസ്താനി ഓരോ കോർണറിൽ പോയി ഓരോ ആൾക്കാരോട് ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ള മസ്താനിയുടെ ദുരനുഭവങ്ങൾ പങ്കുവെച്ച് അതിനെക്കുറിച്ച് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എനിക്ക് മസ്താനിയുടെ അടുത്ത് അങ്ങോട്ട് പോയി വഴക്കുണ്ടാകാം. എനിക്ക് അതിനകത്ത് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ബിഗ് ബോസ് ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ പോലും പുറത്തെ കാര്യങ്ങൾ പറയരുതെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കയറ്റി വിട്ടത്. എങ്കിലും ഞാനത് സംസാരിച്ചു. അപ്പൊ അനുവിന്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് പോയാണ് ചോദിക്കുന്നത്. അതുപോലെ മസ്താനിയുടെ അടുത്ത് അങ്ങോട്ട് പോയി ചോദിക്കാൻ എനിക്ക് ഒരു മടിയുമില്ല. എനിക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ബ്രോ എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒന്ന് സംസാരിക്കോ? ഇല്ല, ഞാൻ തന്നെ സംസാരിക്കണം. അതിപ്പോ ഓവറായിട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നും പറയാനില്ല. അത് ചിലപ്പോ ഒടിച്ചെന്നിരിക്കും, അത് ചിലപ്പോ തല്ലി ഒടിച്ചെന്നിരിക്കും. ഫിസിക്കൽ അറ്റാക്ക് ശരിയാണോ? അത് കയ്യിലിരിപ്പ് പോലെ ഇരിക്കും ഒരാളുടെ. മനുഷ്യന്റെ കാല് തല്ലി ഓടിക്കാന്നൊക്കെ പറയുന്നത് അത് ചിലപ്പം അപ്പനെയും അമ്മേനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പൊള്ളും, ഞാനത് ചെയ്യും. ഒരു കോട്ടയംകാരി അച്ചായത്തിയുടെ ഒരു സമീപനമാണ്. RJ ബിൻസി അങ്ങനാണ്. എന്നെ
ഒരു ആര് അമ്മേനോ അച്ഛനെയോ അല്ലെങ്കിൽ എന്തിനെ കുറിച്ച് മോശമായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അപമാനിക്കാൻ ശ്രമിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അപമാനിക്കാൻ ശ്രമിച്ചത് എന്താണ് മസ്താനി? ചാച്ചൻ ഓട്ടോക്കാരാന്ന് പറയുന്നത് ഒരു അപമാനിക്കുന്ന കാര്യമാണോ? മസ്താനി പറഞ്ഞ ടോണിലാണ് പ്രശ്നം. അതാണ് പറഞ്ഞ കാഴ്ചപ്പാടിന്റെ പ്രശ്നം. എന്ത് ടോൺ? ഓരോ വ്യക്തികൾ സംസാരിക്കുന്നത് അവരുടെ ടോണിലായിരിക്കും. ആ ടോണിൽ തിരിച്ചു മറുപടി പറയേണ്ടത്. തിരിച്ചു ഞാൻ പറഞ്ഞല്ലോ, മസ്താനിക്ക് അങ്ങനെ ഒരു ചാച്ചൻ ഇല്ലാന്ന് ഞാൻ തിരിച്ചു പറഞ്ഞു. അതിന്റെ കേടാണ് ആ കുട്ടി അവിടെ പറഞ്ഞത്. അതൊരു മോശം സ്റ്റേറ്റ്മെന്റ്. അത് നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. അല്ല, മസ്താനി സ്വാഭാവികമായിട്ടും മസ്താനിക്ക് അച്ഛനില്ല എന്നുള്ള കാര്യം ഉപേക്ഷിച്ച് പോയതാണെന്നുള്ള കാര്യം അറിയാം. അപ്പൊ ആ കുട്ടിക്ക് എത്രത്തോളം വിഷമം ഉണ്ടായി കാണും. അപ്പൊ എനിക്ക് വിഷമമായില്ല എന്റെ ചാച്ചന്റെ ഓട്ടോക്കാരെന്ന് പറയുമ്പോ എങ്ങനെയാ വിഷമമാവുന്നത്? അത് ബ്രോ അതാ പറഞ്ഞത്. ബ്രോയുടെ ഫാദറിന്റെ തൊഴിലിനെയാണ് ഞാൻ പറഞ്ഞെങ്കിൽ ഇയാൾക്ക് ദേഷ്യം വരുന്നത്. അല്ല, ചാച്ചൻ ഓട്ടോയിലല്ലേ പോയത് എന്ന് പറഞ്ഞാൽ എവിടെയാണ് അപമാനം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കോർട്ടിൽ ഞാൻ ചോദിക്കുക. ഇതിനു മുൻപ് അപ്പൊ തിരിച്ചു പറഞ്ഞാൽ നിനക്ക് നല്ലൊരു ചാച്ചൻ ഇല്ലാത്തതിന്റെ കുറവാണ് എന്ന് പറഞ്ഞത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ആഘോഷിച്ചു. മസ്താനിയാണ് അത് ബിൻസിക്ക് ഗുണമാണ് ചെയ്തത്. ബിൻസി ഭയങ്കരമായിട്ട് മാസ് ഹീറോയിൻ ആ ഒരു കാറ്റഗറിയിലേക്ക് എത്തി. അത് പക്ഷേ ആ വ്യക്തിക്ക് എത്രത്തോളം വേദന ഉണ്ടായിട്ടുണ്ടായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് കൊടുത്താ കൊല്ലത്തും കിട്ടും. ഇങ്ങോട്ട് പറയുമ്പോ ആലോചിക്കണം, തിരിച്ച് അതുപോലെ കിട്ടും. അത് ആലോചിച്ച് വേണമായിരുന്നു മസ്താനി. പക്ഷെ അത് എന്റെ ഒരു ഇത് വെച്ച് അതായത് അൾട്ര നെഗറ്റിവിറ്റി ആയിട്ടാണ്, കരഞ്ഞ് മെഴുകിക്കൊണ്ടാണ് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മസ്താനി ആ വീടിനകത്തേക്ക് പിന്നെ റീ എൻട്രി ചെയ്തത് അല്ലേ? പക്ഷെ അത് ഇത്രത്തോളം ഹരാസ് ചെയ്തപ്പോ അത് വളരെ വലിയ രീതിയിൽ മസ്താനിക്ക് ഗുണം ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നു. മസ്താനി അവിടെ ഉത്തരം മുട്ടിയിരിക്കുകയായിരുന്നു. അതിനുശേഷം മസ്താനി ചോദിച്ചു, മസ്താനി എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ പറയുന്നു പറഞ്ഞ് ചെല്ലുമ്പോഴും അടച്ചു വെച്ചിരിക്കുകയാണ്. അത് മസ്താനിക്ക് ഉത്തരം മുട്ടിയതാണ്. അതിനെ മസ്താനി സൈലന്റ് ആയി പോയി. ബിൻസി അവിടെ കിടന്ന് പറയുന്നു, മസ്താനി ഇമോഷണൽ ആയി, കണ്ണ് നിറയുന്നു എന്ന് പറഞ്ഞ് വീഡിയോസ് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിടാൻ ഒരു പേജ് തന്നെ ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ മസ്താനിക്ക് വേണ്ടി. സോ അങ്ങനെയുള്ളിടത്ത് ആൾക്കാരുടെ മുൻപിലേക്ക് മസ്താനി ഒരു പാവപ്പെട്ട എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റുന്ന ഒരാളായിട്ട് ഒരു ഏരിയയിൽ മാറിയിട്ടുണ്ട്. അത് മസ്താനിയുടെ പഴയ നെഗറ്റീവ്സ് ഒക്കെ മാറി എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ പോസിറ്റീവായിട്ടും പറയുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും അതിമനോഹരമായിട്ടുള്ള ഒരു ഇന്റർവ്യൂടെ പരിസമാപ്തി കുറിക്കുന്ന അവസാന മിനിറ്റുകളിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും ജീവിതത്തിൽ ഉയർന്ന വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥത്തോടെ ആശംസിക്കുന്നു. ഈ സിനിമയ്ക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലെ? നമ്മളൊന്നും റിവീൽ ചെയ്യുന്നില്ല എങ്കിൽ പോലും സിനിമയിലേക്കും അതുപോലെ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ചാനലുകളിലെ ആങ്കറായിട്ടും ഒക്കെ നമുക്ക് കൂടുതൽ ഇനി ആർജെ ബിൻസിനെ കാണാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൽ ഉന്നത വിജയം നേടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.